സാധാരണ ഒരു വിശേഷ ദിവസം എത്തുമ്പോൾ സ്വാഭാവികമായും പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ കലാകാരന്മാരോ കലാകാരികളായവരുടെ കുടുംബവിശേഷങ്ങൾ ഇതെല്ലാം ചേർത്ത് അങ്ങനെ ഒരു സെപ്പറേഷനാണ് പലപ്പോഴും ഉണ്ടാവുക. ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം ഇത് രണ്ടും കൂടുന്ന ഒരു അതിഥിയാണ് ഇത്തവണയുള്ളത്. രാഷ്ട്രീയക്കാരിയായും ഒപ്പം തന്നെ മികച്ച ഗായികയായും കഴിവ് തെളിയിച്ച ഒരാൾ. നമുക്കൊപ്പം അരൂരിൻ്റെ പ്രിയപ്പെട്ട MLAയും നമ്മുടെ സ്വന്തം പാട്ടുകാരിയുമായ ദലീമയാണ് ഇക്കുറി വീട്ടുവിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാമായി ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. പാട്ടിൻ്റെ വഴി പിന്നീട് ഒരു രാഷ്ട്രീയക്കാരിയുടെ ഒരു തുടർച്ചകളിലേക്കൊക്കെ എല്ലാം പോകുന്നു. ഒരു ഈസ്റ്റർ കാലത്തേക്കെല്ലാം വരുമ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുൻപുള്ള ഒരു പാട്ടുകാരി എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു കാലം ഓർത്തെടുക്കുന്നത്? ഗായിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ മുതൽ പള്ളി പാടുന്ന ആളല്ലേ. പള്ളിയുടെ കോണിൽ നിന്ന് പാടുന്ന ഒരു ഓർമ്മയാണ്. പിന്നെ പ്രാക്ടീസ്. എനിക്കെപ്പോഴും ഈസ്റ്ററും ദുഃഖവെള്ളിയും വ്യാഴനും എല്ലാം ഞങ്ങൾക്ക് കൊയറാണ് മെയിൻ. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു ദൈവിക ഒരു സാന്നിധ്യമാണ് നമുക്ക് എപ്പോഴും പാടാൻ പറ്റുക എന്നുള്ളത്. അപ്പം പള്ളിയുടെ കോണിൽ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തുള്ള ചർച്ചിലാണ് കൊയർ. ഞങ്ങൾക്ക് വലിയ കൊയർ ടീമുണ്ട്. എല്ലാവരും കൂടെ ചേർന്നൊരു കൊയർ. അതിലൊരു കുഞ്ഞായിട്ട് ഞാൻ ഉണ്ട് കൂട്ടത്തിൽ എപ്പോഴും. ഈ പാട്ട് വഴിയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 7000-ഓളം പാട്ട് അല്ലേ ക്രിസ്ത്യൻ ഡിവോഷണലും എല്ലാമായിട്ട് വരുമ്പോഴേക്കും, ഒപ്പം ഈ നാടകരംഗത്തേക്ക് വരുമ്പോഴേക്കും 3 സ്റ്റേറ്റ് അവാർഡുകളുണ്ട്. മോശം ഒരിക്കലും ഒരു റെക്കോർഡ് ഇതല്ല. ഇതിലെ സംഗീതം ഇതിൻ്റെ വരുമ്പോഴോ സിനിമാ പാട്ടുകളുടെ എണ്ണം വരുമ്പോഴോ അതൊരു കുറവുമാണ്. തീർച്ചയായിട്ടും. സിനിമ പാട്ട് ഞാൻ 25ഓളം പടത്തിലേ പാടിയിട്ടുള്ളൂ. കൃത്യമായിട്ടും 25 പറയുന്നതേ ഉള്ളൂ. അത് ഏതൊക്കെ പടമെന്നുള്ളത്. എന്നാലും ഞാൻ 25ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എല്ലാം ഞാൻ പാടി. രവീന്ദ്ര മാസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്, രവീന്ദ്ര മാസ്റ്ററിന്റെ വിദ്യാസാഗർ സാറ്, ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ മാഷ്, ബേണി ഇഗ്നേഷ്യസ്, പിന്നെ അർജുന മാഷിന്റെ നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സിനിമ പാട്ട് ഞാൻ പാടിയില്ല. അർജുന മാഷിന്റെ നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെതെല്ലാം, സിനിമയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എല്ലാം ഞാൻ ആ സമയത്തുള്ള, അതുപോലെ തന്നെ മോഹൻ സിത്താര മാഷ്. അപ്പോൾ ഇവരെ എല്ലാവരുടെയും തന്നെ ഞാൻ പാടിക്കഴിഞ്ഞു. ആ 25എങ്കിൽ 25ഉം ഞാൻ ഈ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെതിലും പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് വെച്ച് ഞാനങ്ങ് വളർന്നില്ലെന്നേ ഉള്ളൂ. ഒരു പിന്നണി ഗായിക എന്നൊക്കെ എന്നെ പറയുന്നു. പക്ഷേ എങ്കിൽ കൂടെ ഞാൻ കൂടുതൽ പാടിയിരിക്കുന്നത് ഡിവോഷണലാണ്. പക്ഷേ ഈ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ നാടകത്തിൻ്റെയും ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പിന്നിൽ ഞാൻ പാടി. കലവൂർ ബാലൻ മാഷ്, കുമരകൻ രഘുനാഥ് മാഷ്, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ മാഷ്, സെബി നായരമ്പലം, ആലപ്പി ഋഷികേശ്, ഒരുവിധപ്പെട്ട ആ സമയത്ത് തിളങ്ങി നിൽക്കുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിലും എനിക്ക് നാടകഗാനങ്ങളും പാടുവാൻ ഈശ്വരൻ ഭാഗ്യമുണ്ടാക്കി എനിക്ക്. അപ്പോൾ അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാനിപ്പോൾ സിനിമയിലൂടെ വളർന്നു വലിയ പന്തലിച്ചൊന്നൊന്നും ഇല്ല. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ, ഒരു അപൂർവ ഭാഗ്യം. അത് ഞാൻ അതെ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിൽ പലപ്പോഴും ദലീമ എന്നൊരു ഗായിക അടയാളപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒന്ന് ജാനകിയമ്മയുടെ ശബ്ദവും എല്ലാം വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കരിയറിൽ എപ്പോഴെങ്കിലും അത് ഗുണവും ദോഷവും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ആരും എന്നെ അങ്ങനെ നൊമ്പരപ്പെടുത്തിയിട്ടില്ല. ജാനകിയമ്മയുടെ പാടിയെന്നല്ലോ, ജാനകിയമ്മയുടെ സൗണ്ടാണെന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ജാനകിയമ്മയുടെ സൗണ്ടാണ് ദലീമയ്ക്കെന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഒരുപക്ഷെ ചിലർ, വളരെ അപൂർവം ചിലർ പറയും ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മ ഉണ്ടല്ലോ. അല്ല, ജാനകിയമ്മയ്ക്ക് ഒരിക്കലും ഞാനെങ്ങനെ പകരക്കാരത്തിയാവും? ജാനകിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗായിക, ജാനകിയമ്മ സുശീലാമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാത്രമാണ്. അങ്ങനെ ഭൂമിയിലൊരു ജനനം വേറെ ആർക്കും ഉണ്ടാകത്തില്ല. അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഇടമുണ്ട്. ആ ഇടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ കഴിവ് വേറെതാ. എനിക്ക് അത്രയും കഴിവൊന്നുമില്ല. എനിക്ക് കഴിവില്ല. അത്രയും കഴിവൊന്നുമുള്ളതായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പൊടിക്ക് പോലും തോന്നിയിട്ടില്ല. അവരുടെയൊക്കെ പാദത്തിൽ സ്പർശിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവളാണ്. പക്ഷേ എൻ്റെ ഈ ചെറിയ കഴിവുകൾ വെച്ച് എന്നെ ഈശ്വരൻ എന്നെ പാടിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വളരാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരുപാട് താഴാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ലെവലിൽ ഇങ്ങനെ പോകണം. അമിത ആഹ്ലാദമോ അമിത സങ്കടമോ അല്ല. എൻ്റെ മധ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൾ. ഇത്രയും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ സ്വയം ചോദിച്ചേക്കാം, ഇത്ര നേരിട്ടൊരു പാട്ട് പോലും പാടിച്ചില്ലല്ലോ, ഒരു വലിയ വാദകമാണെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ജാനകിയമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അതിൻ്റെ തുടർച്ചയിൽ പറഞ്ഞാൽ
ഏറ്റവും ഇഷ്ടപ്പെട്ട ജാനകി അമ്മയുടെ അല്ലെങ്കിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഇപ്പോൾ നമ്മൾ ദുഃഖവെള്ളി വ്യാഴൻ ആ സമയമാണല്ലോ, അപ്പം ജാനകിയമ്മ പാടിയൊരു പാട്ട് ഞാൻ പാടാം. താരിളം മിശിഖ രുധിരം ചൊരിഞ്ഞു നിന്നു ദൂരയായി തീയും കാഞ്ഞു നിർദ്ദയം ശിമയോ നിന്നു കോഴിക്കൂവോളവും കർത്താവിനെ മറന്നു. കൂടുതലും ഈ പള്ളി പാട്ടുകൾ അല്ലെങ്കിൽ ദേവാലയ സംഗീതത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് വേണി ഗിരീഷ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്വീകാര്യത ആ സമയത്ത് അത് കൂടുതലുമായിരുന്നു. ഒരുപക്ഷെ ഇന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലായിരുന്നു. നമ്മൾ എല്ലാവരും വിളിച്ചു പാടിക്കുമായിരുന്നു. എൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടിച്ചു കഴിയുമ്പോൾ ആ ആൾക്കാരെ മറക്കുക എന്നുള്ളതാണ് എൻ്റെ കോണ്ടാക്ട് നിലനിർത്താൻ എനിക്കറിയില്ല. ഞാൻ ആരെയും വിളിക്കാറില്ല. എല്ലാവരും അകന്നകന്ന് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മകൾ ഈ ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെയുണ്ട് ചെറിയൊരു മറവി ഇതൊക്കെയുണ്ട്. അപ്പം എപ്പോഴും ഓരോരുത്തരെ പേര് ചൊല്ലി വിളിക്കാനോ അതൊക്കെ മറന്നു പോകും. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, പിന്നീട് കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. അതെൻ്റെ കുറവാണത്, അതെൻ്റെ ദുഃഖമാണത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്, പക്ഷേ എപ്പോഴും ഇതിങ്ങനെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ പിന്നിലായി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കാരണം എല്ലാവരും ഞാൻ ചിന്തിക്കാറുണ്ട്, ഗായകരും എല്ലാവരും അവരെ പാടിക്കുന്നവരെ ആകട്ടെ, അവരെ സ്നേഹിക്കുന്നവരെ ആവട്ടെ, കണ്ടെത്തുന്നവരെ ആകട്ടെ, പിന്നീട് കാണുമ്പോൾ ആ പേര് ചൊല്ലി വിളിക്കും. പക്ഷെ എനിക്കത് സാധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ആർക്കെങ്കിലും സഹായം ചെയ്താലും ഞാൻ മറന്നു പോകുന്നത്. ഞാൻ പിന്നീട് അവരെന്നെ വിളിച്ചിട്ട് പറയും അത് ചെയ്തതുകൊണ്ട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ എന്നാ ഇത് ചെയ്തതെന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ട്. ഈ ഫീൽഡിൽ പ്രത്യേകിച്ച് സംഗീതം, സിനിമ, ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിലനിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മളൊരു PR വർക്കിൻ്റെ ഒരു കുറവുണ്ടോ, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഇടപെടൽ ആവശ്യമായിടത്ത് ഇതേപോലെ സൈലൻ്റായി പോയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചെങ്കിലും പിറകിലേക്ക് പോയെന്ന് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? പുറകിൽ പോകാൻ കാരണം ഞാൻ ഒരു പാട്ട് പാടിയാൽ ഞാൻ എമൗണ്ട് ആദ്യം പറയത്തില്ല. മിക്കവാറും അവർ തരുന്നത് വാങ്ങിക്കൊണ്ട് പോരുമായിരുന്നു. അതെൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തിയെന്നാണ് പലരും പറയുന്നത്. മുറ്റം കടന്നിട്ട് ഒറ്റ ചുവടും വയ്ക്കുവാനായില്ലെന്ന് ഞാൻ എൻ്റെ കവിതയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മുറ്റം കടന്നിട്ട് ഞാൻ എന്തായിരുന്നു പണ്ടത്തെ ഒരു ദലീമ, ഇന്നിപ്പോൾ MLA ആണ് എന്നെല്ലാവരും പറയുന്നു. പക്ഷെ മനസ്സിന് മാറ്റങ്ങളില്ല, മനസ്സിന് മാറാൻ പറ്റുന്നില്ല. നമുക്ക് MLA ആയിട്ട് നമുക്ക് സ്വയം തോന്നുന്നേ ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഗായികയായിട്ട് നമുക്ക് സ്വയം തോന്നുന്നില്ല. നമ്മളിങ്ങനെ ഞാനിപ്പോൾ പറയുമ്പോൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു വ്യക്തി എന്നെ നോക്കി ചിരിക്കുകയോ എന്നെ നോക്കി കൈ ഉയർത്തുകയോ ചെയ്താൽ എനിക്ക് എല്ലാത്തിനും വലുതാണ്. തിരിച്ചറിവ് മാത്രം മതി അല്ലേ? എനിക്ക് ആ തിരിച്ചറിവ് മതി. ഞാൻ ഓർക്കും അവിടെ നമ്മുടെ അരൂര് മുഷിഞ്ഞൊരു വസ്ത്രം, ഭ്രാന്തനാണെന്ന് എനിക്ക് തോന്നുന്നു, മൊത്തം ഭ്രാന്തനാണ്. പുള്ളി ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് കൈ ഉയർത്തുക, താഴെ എടുക്കുക, ചിരിക്കുക, വർത്താനം പറയുക, ഇതൊക്കെയാണ്. പക്ഷെ എന്നെ കാണുമ്പോൾ ആ മനുഷ്യനിങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കും. എനിക്കത് പുണ്യമാണ്. മനസ്സിലായില്ലേ? എനിക്കത് പുണ്യമാണ്. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറമായിട്ട് ഒരിക്കലും വളരുവാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുറേ മനുഷ്യർക്ക് എന്തെങ്കിലും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ അതിനാലേ അപമാനപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് എനിക്ക് തോന്നും. ചില സമയങ്ങൾ ഇപ്പം ഇല്ല. ഇപ്പം ഈ MLA അല്ലേ, MLA എന്നുള്ളൊരു സ്ഥാനം നമ്മുടെ ശിരസിൽ കൊണ്ടുവന്ന് നമ്മൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പം അതില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഹൃദയമുണ്ടല്ലോ അത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയം ആ രംഗത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അപ്പോഴായിരിക്കും കുറേ കൂടി ആളുകളായിട്ട് അടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ അവരൊരു വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരവസരമായിട്ട് ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ ജനപ്രതിനിധികളാകുമ്പോൾ അവരുടെ ഇടയിൽ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടത് പണമല്ലേ. പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും പൂർത്തിയാക്കാൻ പറ്റുള്ളൂ.
അനേകായിരങ്ങൾ ചുറ്റിനും വിഷമിക്കുന്നവരുണ്ട്. നിർധനർ, കിടപ്പ് രോഗികൾ, മറ്റുള്ളവരാൽ ഹീനരായിക്കപ്പെട്ടവർ. അതായത് നമ്മുടെ ശരീരത്തൊരു വ്രണം, ചീഞ്ഞ് നാറുന്നൊരു വ്രണം ഉണ്ടെങ്കിൽ മറ്റുള്ളവരടുപ്പിക്കില്ല ഒരിക്കലും. അപ്പം അങ്ങനെയൊക്കെ തീരുന്നവർക്ക് എന്താ വേണ്ടത്? അവിടെ നമുക്ക് എന്ത് വേണം? പണമല്ലേ വേണ്ടത്? അവരെ രക്ഷിക്കണ്ടേ? അവരെ രക്ഷിക്കണമെങ്കിൽ പണം വേണം. പണം ആര് തരും? എങ്ങനെയാണ് നമുക്ക് കയ്യിൽ പണം ഉണ്ടാകുന്നത്? നമ്മൾ പാട്ട് പാടണം. പാട്ട് പാടാൻ നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. പാടിയാൽ എനിക്ക് കിട്ടും പണം. അല്ലാതെ നമ്മൾ എത്ര പേരുടെ നേരെ കൈ നീട്ടും. ഞാൻ ഇന്നലെയും ഒരു വീടിന് അവർക്ക് ഗതിയില്ല, അങ്ങനെ അനേകം പേരുണ്ട് എൻ്റെ അയൽപ്പക്കത്തുണ്ട്. അതായത് 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, ശരീരത്ത് ഇത്രയും വലിയ മുഴയാണ് ഇവിടെ. ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം, വാടകയ്ക്ക് താമസിക്കുകയാണ്, ഇത്രയുള്ള പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പൈസ വേണം. ഇത്രയും വാടകയ്ക്ക് താമസിക്കുന്ന, 2000 പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത 3 പിഞ്ചു കുഞ്ഞുങ്ങളുള്ളടത്ത് എവിടെ നിന്ന് അവർ ഈ പണം ഉണ്ടാക്കും? ഇത്രയും വലിയ മുഴ ആ പെൺകുട്ടിയുടെ ഇവിടെ ഇരിക്കുന്നു, വയറിൻ്റെ അകത്ത് വേറെ ഉറണം. എങ്ങനെ എനിക്ക് രക്ഷിക്കാൻ പറ്റും? അപ്പം ഞാൻ ഇന്നലെ ഇത് കേട്ടിട്ട് അവർക്ക് കുറച്ച് അരിയും സാധനങ്ങളും ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കർത്താവിനെ നോക്കി കരയുക, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇത്. അവർ രക്ഷിക്കണം. എനിക്ക് ഇപ്പോൾ MLA ആണ്, ആരോടെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷേ വിളിച്ചു പറയുമ്പോഴുള്ള നമ്മുടെ ഒരു വിഷമതകളുണ്ട്. ഒരു കലാകാരി സഹായിക്കണേ, അവരെ രക്ഷിക്കണേ. പണം എല്ലാവർക്കും കൈവിട്ട് തരുവാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലേ? അവനവൻ അധ്വാനിച്ച പണം മറ്റുള്ളവർക്ക് അത് കൈവിട്ട് തരുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനായിട്ട് യാചിക്കുന്ന എൻ്റെ ഒരു അവസ്ഥ എന്നാലോചിച്ച്, നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഒരു തലം വരെ ഗായി എന്നുള്ള ലെവലിൽ ഉയർന്നവളല്ലേ. ഞാൻ പണം മറ്റുള്ളവനോട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അപമാനം എന്ന് പറയുന്നൊരു സാധനമുണ്ട് എനിക്ക്. ഞാൻ അപമാനപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ട് എൻ്റെ ഹൃദയത്തിൽ. പക്ഷേ എന്നാൽ ഈ വ്യക്തിയുടെ സങ്കടങ്ങൾ, ഈ അപ്പുറത്ത് നിൽക്കുന്ന കുറേ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, അപ്പം ഞാൻ ശരിക്കും ചിന്തിക്കുന്നത്, കുറേ ദരിദ്രർക്ക് വേണ്ടി നമ്മുടെ മദർ തെരേസ തുപ്പൽ വരെ കൈനീട്ടി ഏറ്റില്ലേ? തുപ്പൽ പലരും തുപ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ചിന്തിച്ച് ആശ്വാസം കൊള്ളൂ. മനസ്സിലായോ? ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ ഉൾക്കൊള്ളുക, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുക, ഇതിൽ അങ്ങനെ നമ്മൾക്ക് ഇത്തരം വൈഷമ്യങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രതിനിധിയുടെ ഒരു അത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ട്രസ്റ്റൊക്കെ തുടങ്ങണം. അതിപ്പോൾ നമ്മൾ ട്രസ്റ്റ് തുടങ്ങി നമ്മൾ അതിലേക്ക് ധാരാളം ഫണ്ട് വരും. കാരണം എല്ലാവരും ഞാൻ കലാകാരിയാണ്, എനിക്ക് ചുറ്റിനും ആൾക്കാർ സഹായിച്ചെന്ന് വരും. പക്ഷെ അത് എന്നെ നിർത്തുന്നവർക്ക് എപ്പോഴെങ്കിലും അതൊരു ചീത്തപ്പേരിന് ഇടവരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരൊരിക്കലും അതിന് സമ്മതിക്കത്തില്ല. മനസ്സിലായോ? ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൽ നിന്നാണ് പിന്നീട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ അരൂരിൻ്റെ MLA ആവുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് അതിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇത്തരം ഒരു മനസ്സും സാഹചര്യമൊക്കെ എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ കുറച്ചുകൂടി പിന്നാക്ക മേഖലയാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ചും അരൂരെന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ പരാതികൾ അല്ലെങ്കിൽ കൂടുതൽ സാധാരണക്കാർ ഇതൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ടോ? മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വിഷമതകളുണ്ട്, ഞാൻ അതാണ് മുന്നേ പറഞ്ഞത്. മനസ്സിലായി. ഇതിൽ നേരത്തെ പറഞ്ഞ നാടക ഗാനങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഓർത്തെടുക്കുന്ന 1-2 ഗാനങ്ങൾ, നാടകഗാനം പ്രത്യേകിച്ച്, അത് വലിയ സുപരിചിതമൊന്നും ആയിരിക്കില്ല ചിലർക്കെങ്കിലും. പക്ഷെ ഒന്നാം തരം പാട്ടുകളായിരിക്കും. കലവൂർ ബാലമാഷിൻ്റെ, എനിക്ക് അവാർഡ് കിട്ടിയത് വൈപ്പൻ സുരേന്ദ്ര മാഷിൻ്റെ ഒരു നാടകത്തിന്. എപ്പോഴും ഞാൻ വിഷമിച്ചു പാടുന്നത്, കാരണം ശരിക്കും നമ്മൾ ഫീൽ ചെയ്ത് പാടുന്നതല്ല. കലവൂർ ബാലമാഷിൻ്റെ പാട്ടുകളിൽ കുറച്ചുകൂടെ ഈ പഠിക്കാൻ എളുപ്പമല്ല, കുറച്ച് തിങ്സൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ മാഷിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടായിരിക്കും. മനസ്സിലായില്ല? മാഷിൻ്റെ പാട്ട് തന്നെ പാടാം. എന്തിനായി ഓടിയൊളിക്കണം ഇന്നു ഞാൻ നിന്റേതല്ലല്ലോ, എന്തിനായി ഓടിയൊളിക്കണം, എന്നെ ഞാനെന്നെ സമർപ്പിച്ചതാണെൻ്റെ ഗോപകുമാരൻ്റെ മുന്നിൽ. ആ
ആരോമലേ പോന്നൊളിക്കൂ. ഗംഭീരം. ഈ സ്റ്റേറ്റ് അവാർഡിലേക്ക് പോയ പാട്ടുകളിൽ പെട്ടാണോ ഇത്? ഇത് സ്റ്റേറ്റ് അവാർഡല്ല. സ്റ്റേറ്റ് അവാർഡിന് 3 ഉള്ളത്. അത് ഒരു അച്ഛൻ്റെ പൊന്നുമക്കളിൽ സെബി നായരമ്പലത്തിൻ്റെ ഒരെണ്ണത്തിന് അത് തുളപോലത് താരകൾ മകളെ നിന്മേൽ പുരയിങ്കൽ അനുരാഗത്തിൻ മഴവില്ല് തുളപോലത് താരകൾ. നല്ല പാട്ടാണ്, ഒത്തിരി പാട്ടുകളാണ്. സെബിയുടെയൊക്കെ ഒത്തിരി പാട്ടുകൾ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള, നമുക്കൊരു വളരെ ഇഷ്ടം തോന്നും ആ പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു, നമുക്ക് അതൊക്കെ കിട്ടിയല്ലോ എന്ന് നമുക്ക് തോന്നും. ആ പാട്ടുകൾ നമുക്ക് പാടാൻ സാധിച്ചുവല്ലോ, അത്രയും നല്ല പാട്ടുകൾ. രാഷ്ട്രീയം, സംഗീതം ഇതെല്ലാം ഒരേപോലെ കൊണ്ടുപോകുമ്പോൾ കുടുംബം എന്നത് ഒരു പ്രയർ ഹൗസ് ആയിരിക്കും സത്യത്തിൽ. എല്ലാ പ്രോത്സാഹനവും ഒരേപോലെ, പ്രാർത്ഥന എല്ലാം കൊണ്ടു നടക്കുന്നത്. എങ്ങനെയാണ് കുടുംബ കാര്യങ്ങൾ? ഒപ്പം മക്കള്, ഭർത്താവ്? ഹസ്ബൻഡ് ജോജോ, മക്കള് ആർദ്ര, കെൻ, 2 പേരാണ്. മോളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റാണിപ്പോൾ. മോൻ ബിടെക് സെക്കൻഡ് ഇയർ. അവർ ഹസ്ബൻഡ് അത്രയും ത്യാഗം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നത്. കാരണം അദ്ദേഹം ബലം പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യേണ്ട ജോലികൾ പോലും അദ്ദേഹമാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ജോലികളും ഞാനുള്ളപ്പോൾ ഞാനും കൂടെ സഹായിക്കും. പക്ഷെ ഭൂരിഭാഗം അവർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവർക്ക് അതിനപ്പുറമായിട്ട് മകനെന്നും ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചോദിക്കും, അമ്മ ഇന്നുണ്ടോ ഇവിടെ എന്ന് ചോദിക്കും. കാരണം കുഞ്ഞുനാളിൽ ഞാൻ ഉണ്ടല്ലോ എപ്പോഴും. പാട്ടെന്ന് പറയുമ്പോൾ വല്ല ഇടയ്ക്കല്ലേ കിട്ടുന്നത്. ചിലപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ നമ്മളിപ്പോൾ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകിയല്ലോ നമ്മൾ. പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ അവരുടെ കൂട്ടത്തിലുണ്ട്. കാരണം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അവരെയും കാത്തു നിൽക്കുന്ന ഒരു അമ്മയായിരുന്നു. അപ്പം അതിപ്പോൾ ഇല്ല, അതങ്ങനെയില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ കുടുംബം അങ്ങനെ ത്യാഗം അനുഷ്ഠിക്കുന്നത്. നിയമസഭയ്ക്കകത്തുള്ള സുഹൃത്തുക്കൾ അവരുടെ മുമ്പിലൊക്കെ പാടാറുണ്ടോ? ഞാനിടയ്ക്ക് പാടും. അവരെന്നോട് പറയും, ഇനിയിപ്പം ഞാൻ ഘോരഘോരം പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കത്തില്ലല്ലോ. ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളല്ല. അപ്പം അവരെന്നോട് പറയും, ചിലർ വന്നിച്ച് എന്നോട് പറയും, ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വലിയ നിധിയാണ്, അത് ഞങ്ങൾക്കാർക്കും ഇല്ലാത്തതാണ്. മനസ്സിലായോ? അതിലൊരു 2 വരി എടുത്ത് ഉപയോഗിച്ചാൽ തന്നെ എല്ലാവരുടെ മുന്നിലും ഞാൻ വലുതായിരിക്കുമെന്ന് എന്ന് അവർ പറയും. രാഷ്ട്രീയ ഭേദം പ്രോത്സാഹനം ഉണ്ടോ അതിനകത്ത്? ഉണ്ട്. ആരൊക്കെ കൂടുതലായിട്ട് സംഗീതത്തിലെ രാഷ്ട്രീയത്തിന്റെ നിലപാടൊന്നും ഇല്ലല്ലോ. സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെയുള്ളതാണ്. സൗഹൃദങ്ങളുടെ കാര്യം ചോദിച്ചാണ്. അങ്ങനെ അവരെല്ലാവരും സൗഹൃദം, അതൊന്നും ഒരു പ്രശ്നം. നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരല്ലേ നമ്മളെല്ലാവരും. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ അതേ നമുക്കുള്ളൂ. അല്ലാതെ അവിടെയൊന്നും രാഷ്ട്രീയ വിരോധികളോ രാഷ്ട്രീയത്തിന് വേണ്ടി മറ്റുള്ളവനെ വെറുക്കുന്നവരോ ഒന്നും ഇല്ല. നിയമസഭയിൽ അങ്ങനെയൊന്നും ഇല്ല. നിയമസഭയിൽ ഒരു എക്സാമിന് എങ്ങനെയാണോ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വിജയിക്കണം എന്നൊരു തോന്നലുണ്ടാകത്തില്ല. അപ്പം നമ്മൾ ശക്തമായിട്ട് അതിനു വേണ്ടി നിലകൊള്ളൂ, ഇല്ലേ? അത്രയേ ഉള്ളൂ. അതിനപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയുള്ളവരാണ്. ഇതൊക്കെ ഈ നടപടിക്രമങ്ങൾ നിയമസഭയുടെ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത്രയും പൂർണ്ണതയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരു മിതത്തിൽ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമെന്ന് വെച്ചപ്പോഴും ആ പള്ളിക്കാരിലെ പഴയ പാട്ട് അത്രയേ ഉള്ളൂ. ഞാൻ എന്നും ഈ റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ സിനിമാ പാട്ടുകാരിയോ അല്ലെങ്കിൽ പിന്നണി ഗായികയോ ഇതിലൊന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് പണ്ട് എൻ്റെ ബാലമാഷും എൻ്റെ തെയ്യാമ്മ ടീച്ചറും എൻ്റെ അധ്യാപകരൊക്കെ എനിക്ക് തന്ന ചെറിയ ഈ പെൻസിലും ചെറിയ സോപ്പ് പൊട്ടിയൊക്കെ എൻ്റെ ഹൃദയത്തിന്റെ കോണിൽ കിടക്കുക, സമ്മാനങ്ങളായിട്ട് കിടക്കുകയാണ്. അതിനപ്പുറമായിട്ട് നമുക്ക് എന്താണ് ഒരു അവാർഡ് കിട്ടിയാൽ പോലും സമ്മാനം ആകുന്നില്ല, ഒപ്പമെത്തുന്നില്ല. മറ്റുള്ളവരെങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പള്ളിയുടെ കോണിൽ നിന്ന് പാടുന്നത് എനിക്ക് ഏറ്റവും മഹത്വമാണ്. എന്നും പാടാൻ സാധിച്ചിരുന്നുവെങ്കിൽ, എന്നും എനിക്ക് അങ്ങനെ ആകാൻ സാധിച്ചിരുന്നുവെങ്കിൽ. ഞാൻ നടയിൽ പൂക്കൾ വയ്ക്കാറുണ്ട്. ചില സമയത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ വനജോത്സ്ന ചൂടിയ മുത്തുകൾ എല്ലാം നിനക്കു ഞാൻ കോർത്തു തന്നു, നിന്റെ അനശ്വര ഗാനയമുനയിൽ നിന്നൊരു ബിന്ദു ഞാൻ യാചിച്ചു. മനസ്സിലായോ? നിന്നോട് യാചിച്ചു.
അത്രയേ ഉള്ളൂ. എനിക്കതൊക്കെ പറയുമ്പോൾ സങ്കടമാണ്. സംസാരിക്കുമ്പോൾ നോക്കുമായിരുന്നു എന്ന് വെച്ചാൽ കൂടുതലും ദൈവസ്നേഹം, പരസ്നേഹം ഇതെല്ലാം ഒരേ ചേരുവകൾ ചേർത്താണ് മുന്നോട്ട് പോകുക. ഒരുപക്ഷെ നമ്മൾ നടന്നു വന്നൊരു വഴികളുടെ ഒരു പ്രത്യേകതയായിരിക്കും. കനിവിൻ എന്താ പറയുക, ഞാനൊരു പാട്ട് പാടുന്നതിലുണ്ട്, അതു വേണം ഇതു വേണമെന്നിൻ മനമിതിൻ അമിതാർത്തിയർച്ചിച്ചുവെന്നാൽ കൊതിയോടെ കേൾക്കാനെൻ അകമലർ പൂകിയോൻ ഒരു വാക്കുമറിയാടിയില്ല. ശരീതെന്നറിയാത്ത വഴിയേതെന്നറിയാത്ത ശിശുവിൻ ദുശാഠ്യങ്ങൾ പോലെ അവൻ അരുതാത്ത മോഹങ്ങൾ എന്നവൻ കരുതി എന്നകതാരിൽ അരലേറ്റിയെന്നു. കാരണം എൻ്റെ മോഹങ്ങൾ, ഞാനീ അത് വേണം ഇത് വേണം ഇതല്ലേ, ഞാനൊരു സാധാരണ വ്യക്തിത്വം. അപ്പം എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ദൈവം വേണ്ടിയില്ല, മനസ്സിലായില്ലേ? പക്ഷേ നിനയാത്ത നേരത്തൻ കരളിൽ കനിവതിൻ നിറമോലും സൂനം നിറച്ചു. മനസ്സിലായോ? കനവിലും കാണാത്ത കരുണതൻ പൂമാല കൃപയാൽ അണിയിച്ചു. പിന്നെ മനസ്സിലായോ? അഴിയാത്ത മോദത്തിൽ അലിയിക്കുവാൻ എന്നെ അലിവോടെ നീ നയിക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്നെക്കാളും അറിയുന്ന നിന്നോട് ഞാൻ എന്ത് ചൊല്ലാം. നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ഭക്തിഗാനങ്ങളുടെ ഒരു കൈപിടിച്ചാണ് എപ്പോഴും നടക്കുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഇഷ്ടത്തോടെ ചേർത്ത് വയ്ക്കുന്ന ഏതാണ് ഒരു പാട്ട്? ഞാൻ പാടിയ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടുകളാണ്. കൂടുതൽ ഇഷ്ടം പിന്നെ ജനങ്ങൾ സ്വീകരിച്ച കുറച്ച് പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് പീറ്റർ ചേരാനല്ലുണ്ട് ഒരു പാട്ടുണ്ട്. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു നടന്നപ്പോൾ തുണയായി വന്നവനീശോ ഇതായിരുന്നു പാട്ട്. അത് കുറച്ച് ഹിറ്റായിരുന്നു, എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാവുന്ന പാട്ടായിരുന്നു. പിന്നെ ഒരു പാട്ടുണ്ട്, നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ. ഇതൊക്കെ വീണ്ടും കാണാൻ കഴിയുന്നു, കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ സന്തോഷങ്ങളുടെ ഒരു ഭാഗമാണ്. അതെ അതെ അതെ, ഒരുപാട് പാട്ട്. പിന്നെ ഇത് നമ്മുടെ മാതാവിൻ്റെ പാട്ടിൽ യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് അലംബമേ, അതൊക്കെ അങ്ങനെ കുറേ പാട്ടുകൾ, ഈ ഹിറ്റായ പാട്ടുകളൊക്കെ ഉണ്ട്, ഒരുപാട് പാട്ടുകൾ. മൃദുവായി നീ തൊടുകിൽ, അത്. പിന്നെ ഈശോനാഥ എൻ രാജാവായി ആത്മാവിൽ വാ. ഈ ദിവസത്തിൻ്റെ സന്തോഷവും സ്നേഹവും എല്ലാം തന്നെ ഞങ്ങൾ നേരുകയാണ്. തുടർന്നും മുന്നോട്ട് പോകുക. എല്ലാ സ്നേഹാഭിവാക്യങ്ങളും നേരുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.